ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരം നമ്മളെ LST വേഴ്സസ് പഞ്ചാബ് നമ്മളുടെ മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അതുകൂടാതെ ഒരു ബോണസ് ടിപ്പ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറയുന്നുണ്ട്. അത് വീഡിയോയുടെ ഫസ്റ്റ് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ്. കാരണം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇന്നത്തെ ദിവസം നമ്മൾ 4 മത്സരമാണ് കവർ ചെയ്യുന്നത്. ഏകദേശം 3:30 ഒരു IPL, 4 മണിക്കുള്ള ഒരു പാകിസ്ഥാൻ മാച്ച്, അതുപോലെ തന്നെ 7:30 ഒരു IPL, അതുപോലെ തന്നെ 8:30 ഒരു മാച്ച് കൂടെ നമ്മൾ പാകിസ്ഥാൻ്റെ മാച്ച് കൂടെ കവർ ചെയ്യുന്നുണ്ട്. 4 മത്സരവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം തന്നെയായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മാക്സിമം H4 കളിക്കാൻ ശ്രമിക്കുക. ഏത് ആപ്ലിക്കേഷനിൽ കളിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ കുബേര ഫാൻറ്റസി ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചു നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ കയറി ജോയിൻ ചെയ്ത് ഇവിടെയാണ് നമ്മൾ ടീം ഇടാനായിട്ട് പോകുന്നത്. മാക്സിമം നിങ്ങൾക്ക് ഡ്യുവോ ഓപ്ഷനും അതുപോലെ തന്നെ പോപ്പ് ഓപ്ഷനും കോപ്പ് ഓപ്ഷനും എല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. നമ്മുടെ മത്സരമായ SRH വേഴ്സസ് പഞ്ചാബ് തമ്മിലുള്ള മത്സരം മാച്ച് നമ്പർ 27 ആണ്. ഇന്നേ ദിവസം കൃത്യം 7:30, അതായത് ഏപ്രിൽ 12 7:30 നമ്മുടെ SRHൻ്റെ ഹോം ഗ്രൗണ്ടായ രാജീവ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്, രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. ഹൈദരാബാദിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. പിച്ചിനെ പറ്റിയുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബാറ്റിങ്ങിന് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണ്. ഇതിനേപോലെ തന്നെ ഡീസൻറ്റ് പേസ്, അതായത് 6 തൊട്ട് 10 ഓവർ വരെ ഡീസൻറ്റ് പേസ് ആൻഡ് ബൗൺസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഗുഡ് ഫോർ ബാറ്റിംഗ് ആണ്. പക്ഷേ മാക്സിമം ഒരു ആദ്യത്തെ പവർ പ്ലേയിൽ തന്നെ നല്ല രീതിക്ക് റൺസ് സ്കോർ ചെയ്യുന്ന ഒരു ടീമാണ് ഇരു ടീമല്ല നമ്മുടെ SRHനെ നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ ബിക്കം എ സ്ലോവർ സ്പിന്നേഴ്സിന് ഇവിടെ അസിസ്റ്റൻസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സ്ലോവർ ചില മാച്ച് നടക്കുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജസിലും അതുപോലെ തന്നെ മിഡിൽ സ്റ്റേജസിലൊക്കെ തീർച്ചയായിട്ടും ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ പിച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. സ്ലോ പിച്ച് ആവുന്ന സമയത്ത് ക്യാച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഒബ്വിയസ്ലി ഔട്ടാവും. സോ നല്ല രീതിയിൽ സ്പിന്നേഴ്സിനോട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ സർഫസുമായിട്ട് ഗ്രിപ്പ് കിട്ടുക, അതുപോലെ തന്നെ ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ നല്ല രീതിക്ക് കിട്ടുക. അതുപോലെ തന്നെ ഫാസ്റ്റ് ബൗളേഴ്സിനാണെങ്കിൽ മിഡിലും ഡെത്ത് ഓവേഴ്സിലൊക്കെ നല്ല രീതിയിൽ വിക്കറ്റ്സ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ബാറ്റേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന റൊട്ടേറ്റീവ് സ്ട്രൈക്ക് പ്ലേയിങ് സ്പിൻ ഡിഫിക്കൽട്ട്, സ്പിന്നിലും കളിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ നമ്മുടെ ഫാസ്റ്റ് ബോളേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ബാറ്റിങ്ങിനും ബോളിങ്ങിനും ഈക്വൽ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് തന്നെയാണ്. സോ നമുക്ക് എന്തായാലും നമ്മുടെ ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പിന്നർ എടുക്കുകയാണെങ്കിൽ ഒരു ഫാസ്റ്റ് ബോളറിനെ എടുക്കുക. ഒരു ഫാസ്റ്റ് ബോളറിനെ എടുക്കുന്ന സ്പിന്നറിൽ നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവരാം. പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് 163 റൺസാണ് ആവറേജ് സ്കോറായിട്ട്. ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്ത് 35 മത്സരങ്ങളും സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്ത് 45 മത്സരങ്ങളുമാണ്. കൂടുതൽ വിൻ ചെയ്യുന്നത് സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത ടീമാണ്. വെതർ റിപ്പോർട്ടൊക്കെ നോർമലാണ്, 37 ഡിഗ്രി സെൽഷ്യസ് ഉള്ള. IPLൻ്റെ സ്റ്റാറ്റ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു ഗ്രൗണ്ടിൽ ഏകദേശം 81 മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഇന്നിംഗ്സ് ആവറേജ് സ്കോറായിട്ട് 175 റൺസാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തിട്ടുള്ളത് 37 പ്രാവശ്യം, സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 42 പ്രാവശ്യമാണ്. അതുപോലെ തന്നെ സ്കോറിംഗ് പാറ്റേൺസ് എങ്ങനെ നോക്കുകയാണെങ്കിൽ ബിലോ 150 35 പ്രാവശ്യം വന്നിട്ടുണ്ട്. 150 to 169 ഏകദേശം 13 പ്രാവശ്യം, 170 to 189 12 പ്രാവശ്യം, 190 above 20 ടീംസാണ് വന്നിട്ടുള്ളത്. ബൗളേഴ്സ് കൂടുതൽ വിക്കറ്റ് എടുത്തില്ല. ഫാസ്റ്റ് ബൗളേഴ്സ് 460 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പിന്നേഴ്സ് 197 എടുത്തില്ല. കൂടുതൽ വിക്കറ്റ്സ് ടേക്ക് ചെയ്യുന്നത് ഫാസ്റ്റ് ബൗളേഴ്സാണ്, പക്ഷേ സ്പിന്നേഴ്സ് ഇവിടെ വിക്കറ്റ്സ് എടുക്കാറുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇരു ടീമിലത്തെ പ്ലേയേഴ്സും അവരുടെ സ്റ്റാറ്റ്സുമാണ്. അതിന് പറയുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ല ഏത് ആപ്ലിക്കേഷൻ കളിക്കണം, എങ്ങനെ കളിക്കണം, ഏത് കോൺടെസ്റ്റ് കളിക്കണം എന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കുബേര ഫാൻറ്റസി ഡൗൺലോഡ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ഡൗൺലോഡ് ചെയ്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ് നമ്മുടെ കുബേര ഫാൻറ്റസി. ഞാൻ റീസെൻ്റ് ആയിട്ട് കളിച്ച എല്ലാ മത്സരങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ എനിക്ക് പ്രോഫിറ്റ് ഇവിടെ ഏൺ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പാകിസ്ഥാൻ്റെ ഒരു മാച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിന് ഞാൻ ടീം വന്നു 324 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഏകദേശം 616 രൂപ പ്രോഫിറ്റ് ഇട്ടിട്ടുള്ളൂ. 970-40 രൂപ ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അതിന് മുന്നേ കളിച്ച മത്സരങ്ങളിലൊക്കെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് കൂടെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ആപ്പ് കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഡ്യുവോ ഓപ്ഷൻ കളിച്ചിട്ട് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ കണ്ടില്ല 3 രൂപ 5 രൂപ മാക്സിമം പോയി കാരണം ഞാൻ ഇവിടെ 80 രൂപ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ എനിക്ക് കിട്ടിയത് 1280 രൂപയൊക്കെയാണ്. അങ്ങനെ ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യണമെങ്കിൽ പറ്റിയൊരു ആപ്പ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ലക്നോ വേഴ്സസ് ഗുജറാത്ത് മാച്ച് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഡ്യുവോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണെന്ന് നമ്മൾ പിക്ക് ചെയ്താൽ മതി. നമ്മുടെ ഓപ്പോണൻറ്റിനെ നമുക്ക് കാണാനും പറ്റും. ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോണൻറ്റ് സായി സുദർശനാണ് പിക്ക് ചെയ്യുന്നത്. അപ്പോൾ സായി സുദർശനെക്കാളും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാ? ശുഭ്മാൻ ഗില്ലാണ്. ഓക്കെ, ശുഭ്മാൻ ഗില്ലിനായിട്ട് ഞാൻ മുന്നോട്ട് വന്നു. അപ്പോൾ എൻ്റെ ഓപ്പോണൻറ്റ് സായി സുദർശനാണ്. സോ നമ്മൾ പിക്ക് ചെയ്ത ശുഭ്മാൻ ഗില്ല് സായി സുദർശനെക്കാളും കൂടുതൽ പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വിനായി. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഓപ്ഷനാണ് നമ്മുടെ കുബേര ഫാൻറ്റസിത്തെ ഈ ഡ്യുവോ ഓപ്ഷൻ. അതുപോലെ തന്നെ ഡ്യുവോ പ്രോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്ലേയേഴ്സിനെ ചൂസ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റും. ഇവിടെ ശുഭ്മാൻ ഗില്ലുണ്ട്, ഇവിടെ താക്കൂറോ, അതുപോലെ തന്നെ ആവേശ് ഖാൻ, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും നന്നായി പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാ? ശുഭ്മാൻ ഗില്ലാണ്. ഓക്കെ, ശുഭ്മാൻ ഗില്ലിനൊപ്പം അതുപോലെ തന്നെ നല്ല കട്ടക്ക് വിക്കറ്റും അതുപോലെ തന്നെ നല്ല പോയിന്റ്സ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാ? പ്രസികൃഷ്ണയാണ്. ഓക്കെ, പ്രസികൃഷ്ണ, അത് അത്രയേ ഉള്ളൂ. ഇത് ജോയിൻ ചെയ്തു, ഇത്രയേ ഉള്ളൂ. നമ്മൾ പിക്ക് ചെയ്ത 2 പ്ലേയേഴ്സ് കൂടെ ഏറ്റവും കൂടുതൽ നല്ല പോയിന്റ് എടുത്തതിനാൽ ഈസി ആയിട്ട് പിന്നെ നമ്മുടെ ഓപ്പോണൻറ്റ് ഇതുപോലെ ഒരാളെ പിക്ക് ചെയ്തിട്ടുണ്ടാവും.
ഇപ്പം നമ്മുടെ ഓപ്പണൻറ്റ് മിച്ചൽ മാർഷും മുഹമ്മദ് സിരാജുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്ത ശുഭ്മാൻ ഗില്ലും പ്രസിദ്ധ് കൃഷ്ണയാണ് കൂടുതൽ പോയിന്റ് എടുത്ത് വെച്ചാൽ നമ്മൾ പിന്നെ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു കുബേര ഫാൻറ്റസിയിലുള്ളത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ ചോയ്സിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതും ട്രൈ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയുന്നത്, ഇതിൽ നമ്മൾ ആ കുബേരയിൽ കാണിച്ചു തന്ന പോലെ തന്നെ ഇവിടെ കോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ 2 കോപ്പ് എപ്പോഴും ഉണ്ടാവാറുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ എമൗണ്ടിലൊക്കെ ഇട്ട് കളിക്കാൻ പറ്റും. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ 3 പേരെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺടെസ്റ്റാണ്. ഇതിൽ നമ്മുടെ ഓപ്പോണൻറ്റ് സായി സുദർശൻ എടുത്തിട്ടുണ്ട്, വേറൊരു ഓപ്പോണൻറ്റ് ബട്ട്ലറിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗില്ലുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത ഗില്ലാണ് ഇവിടെ കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പിന്നെ പറ്റും. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഓപ്ഷനാണ് ഈ കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ സ്പോട്ടസിലാണെങ്കിലും ഈ സെയിം ഫീച്ചർ ഉണ്ട്. സോ ഈ ഒരു ആപ്പ് നിങ്ങൾ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ആ ഒരു സെയിം പോപ്പ് എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ്. അവിടെ കോപ്പ്, ഇവിടെ പോപ്പ്, അവിടെ ഡ്യൂ, അത്രയേ ഉള്ളൂ. പേര് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ഡിഫറൻസ്, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ നോർമൽ കോൺടെസ്റ്റ് കളിച്ച് പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ നമ്മുടെ മൈ മാസ്റ്റർ വില നിങ്ങൾക്ക് പറ്റിയൊരു ആപ്പ് തന്നെയാണ്. ഇപ്പോൾ ക്യാഷ് ബോണസ് ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് ഈ ഒരു ആപ്പിൽ. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡെയിലി ഗീവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ആപ്പ് കൂടിയാണ്. 1 lakh rupees ഗീവാണ് ഇവർ ഡെയിലി കൊടുക്കാറുള്ളത്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ പറ്റുന്ന കണ്ടില്ല. ഞാൻ ചുമ്മാ അവിടെ കയറുക 0 rupees ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് ഒന്ന് 20,000, സെക്കൻഡ് ഒന്ന് 10,000, പിന്നെ 5,000 അങ്ങനെയൊക്കെ പോകുന്നു. 1 രൂപ കൊടുക്കാതെ ഇത്ര കിട്ടുകയാണെങ്കിൽ ലാഭമല്ലേ. അതുപോലെ തന്നെ HL11 ആണെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ മാച്ചിൽ ഞാൻ തരുന്ന ടീം നിങ്ങൾക്ക് H4 ഒക്കെ കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ആപ്പ് തന്നെയാണ് നമ്മുടെ HL11 ആയാലും ഫോക്കസ് 11 ആയാലും മൈ മാസ്റ്റർ 11. തീർച്ചയായിട്ടും ഈ 3 ആപ്പും ട്രൈ ചെയ്യുക. കാരണം നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ഷുവർ തന്നെയാണ്. സോ നമ്മുടെ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. നമ്മുടെ SRH വേഴ്സസ് പഞ്ചാബ് തമ്മിലുള്ള മത്സരത്തിൽ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. SRHിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ട്രാവിസ് ഹെഡാണ്. റീസെൻ്റ് ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോമിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ല റെക്കോർഡ്സ് ഉണ്ട്. 10 മത്സരം കളിച്ച് 393 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് പ്യുവർ റെക്കോർഡാണ്. 3 മത്സരം കളിച്ച് 32 റൺസ് എടുത്തുള്ളൂ. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയാണെങ്കിലും റീസെൻ്റ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിൽ 2 വിക്കറ്റ്സ് 372 റൺസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഇദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ പെട്ടെന്ന് ഔട്ട് ആവാറുണ്ട്. അതുപോലെ പഞ്ചാബിന് അഗെയിൻസ്റ്റ് ആയിട്ട് 177 റൺസും 3 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. അഗെയിൻസ്റ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് ഉള്ള ഒരു പ്ലെയറാണ് കേട്ടോ നമ്മുടെ അഭിഷേക് ശർമ്മ. അതുപോലെ തന്നെ ഇഷാൻ കിഷൻ ആണെങ്കിൽ റീസെൻ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് 106 റൺസ് അദ്ദേഹം എടുത്തത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ 8 മത്സരം കളിച്ച് 244 റൺസ് എടുത്തിട്ടുണ്ട്. പഞ്ചാബ് അഗെയിൻസ്റ്റ് ആയി 13 ഇന്നിങ്സ് കളിച്ച് 247 എടുത്തിട്ടുണ്ട്. ഒരു ആവറേജ് ഉള്ള ഒരു പ്ലെയർ കൂടിയാണ് നമ്മുടെ ഇഷാൻ കിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി 34-30 അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൺസിസ്റ്റൻസിയിലാണ് ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വെന്യൂവിൽ നല്ല രീതിയിൽ റെക്കോർഡ്സ് ഉണ്ട്. 233 റൺസാണ് അദ്ദേഹം നേടിയുള്ളത്. സ്ട്രോങ് ആണ്. മിഡിൽ ഓർഡറിലുള്ള പെർഫോമൻസിൽ ഇദ്ദേഹം സ്ട്രോങ് ആണ്. എഗെയിൻസ്റ്റ് നമ്മുടെ പഞ്ചാബുമായിട്ട് 101 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അങ്കിത് വർമ്മ, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് 74-36 അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ 3 മത്സരം കളിച്ച് 61 റൺസ് കൊടുത്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് കളിച്ചിട്ടില്ല. ഹെൻറിസ് ക്ലേസൻ അദ്ദേഹം 34, 32, 33 ഏകദേശം 30 റൺസ് പെർ മാച്ച് ആവറേജ് വരുന്നുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് റൺസ് എന്ന് പറഞ്ഞാൽ 52 റൺസാണ്. വെന്യൂയിൽ ഈ ഒരു ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ പഞ്ചാബുമായിട്ട് അഗെയിൻസ്റ്റ് 2 മത്സരം കളിച്ച് 51 റൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മെൻഡിസ്, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു വെന്യൂവിൽ കളിച്ചിട്ടില്ല അദ്ദേഹം. അതുപോലെ തന്നെ ലാസ്റ്റ് കളിച്ച മത്സരങ്ങളിൽ 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ഒരു 20 റൺസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഗ്രൗണ്ടിൽ. കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ പാറ്റ് കുമിൻസ് ആണെങ്കിലും ലാസ്റ്റ് 5 മത്സരങ്ങളിൽ അദ്ദേഹം 4 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഗ്രൗണ്ടിൽ 11 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 6 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഒരു മസ്റ്റ് പിക്ക് പ്ലെയറാണ് നമ്മുടെ കമിൻസ്. അതുപോലെ തന്നെ നമ്മുടെ ഹർഷൽ പട്ടേലാണെങ്കിലും റെഗുലറായിട്ട് 1-2 വിക്കറ്റ്സ് റീസെൻ്റ് ആയിട്ട് അദ്ദേഹം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ 7 ഇന്നിങ്സ് കളിച്ച് 6 വിക്കറ്റ് നേടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 10 ഇന്നിങ്സ് കളിച്ച് 13 വിക്കറ്റ് നേടിയിട്ടുണ്ട്. വെരി ഗുഡ് റെക്കോർഡാണ് എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ടുള്ളത്. മുഹമ്മദ് ഷമി, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് പെർ മാച്ച് 1 വിക്കറ്റാണ് അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസി പോകുന്നത്. 6 ഇന്നിങ്സ് കളിച്ച് 8 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 8 ഇന്നിങ്സ് കളിച്ച് 6 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആവറേജ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഉദൻകട്ട്, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റ് കളിച്ച എല്ലാ മത്സരങ്ങളിലും വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഈ ഒരു ഗ്രൗണ്ടിൽ 11 ഇന്നിങ്സ് കളിച്ചിട്ടുള്ളത് 17 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 13 ഇന്നിങ്സിന് 8 വിക്കറ്റ് നേടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സേഷൻ അൻസാരി, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് ലാസ്റ്റ് കളിച്ച മത്സരം 3, അതിന് മുന്നേ 2, 1 വിക്കറ്റ് അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ഫോമിലാണ്. അതുപോലെ ഈ ഒരു ഗ്രൗണ്ടിൽ വിക്കറ്റ്സ് എടുത്തില്ല. അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് കളിച്ചിട്ടുമില്ല. ഇനി പഞ്ചാബിലത്തെ പ്ലെയേഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് പ്രിയനാഷ് ആര്യ ലാസ്റ്റ് മത്സരം 103 റൺസ് എടുത്തൊരു പ്ലെയറാണ്. ഹ്യൂജ് പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ ഇന്നത്തെ മത്സരം അത്രയൊന്നും കളിക്കാൻ
ചെയ്യാൻ ചാൻസുള്ള ഒരു 30 റൺസ് വരെ പോകുമായിരിക്കും. അപ്പോൾ തന്നെ സിമ്രാൻ സിംഗ് ഏകദേശം റീസെൻ്റായിട്ട് 69 അങ്ങനെയൊക്കെയാണ്, ഒരു എക്സ്പ്ലോസീവ് പ്ലെയറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ടിൽ 3 മത്സരം കളിച്ച് 87 റൺസാണ് എടുത്തുള്ളത്. എഗെയിൻസ്റ്റ് SRH ആയിട്ട് 6 ഇന്നിങ്സ് കളിച്ചിട്ട് 116 റൺസും നേടിയിട്ടുണ്ട്. ശ്രേയസ് അയ്യർ ആണെങ്കിൽ ലാസ്റ്റ് മത്സരം 97, അതിന് മുന്നേ 52, അതിന് മുന്നേ 48, നല്ല ഫോമിൽ വരുന്ന ഒരു പ്ലെയറാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 70 റൺസാണ് അദ്ദേഹത്തിന് ആവറേജ്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 18 ഇന്നിങ്സിൽ നിന്ന് 488 റൺസ് 85 റൺസ് കൊടുത്തിട്ട് നല്ല രീതിയിൽ ടോപ്പ് ഓർഡറിലുള്ള ഒരു മാക്സിമം നല്ല രീതിയിൽ കപ്പാസിറ്റി ഇത് കളിക്കാൻ ചാൻസുള്ള പ്ലെയർ കൂടിയാണ് നമ്മുടെ ശ്രേയസ് അയ്യർ. അതുപോലെ തന്നെ നഹേൽ വധേര, അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് റീസെൻ്റ് 62, 57, 43 നല്ല രീതിയിൽ എമർജിങ് ആയിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ്. ഈ ഒരു വെന്യൂവിൽ SRH ആയിട്ട് കളിച്ചിട്ടില്ല. മാർക്കസ് ടോണിസ് ലാസ്റ്റ് മത്സരങ്ങളിലൊന്നും ഭയങ്കര ഫോം ഔട്ടായിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്യുന്നത്. ഈ ഒരു ഗ്രൗണ്ടിൽ 43 റൺസ് എടുത്തുള്ളൂ. എഗെയിൻസ്റ്റ് SRH ആയിട്ട് 3 വിക്കറ്റ് 109 റൺസും എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ 30 റൺസ് 1 വിക്കറ്റ്, ഭയങ്കര ഷോകം പെർഫോമൻസ് ആണ് ഓപ്പൺലി പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ 6 ഇന്നിങ്സ് കളിച്ച് 72 വിക്കറ്റും 72 റൺസ് 1 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. എഗെയിൻസ്റ്റ് SRH ആയിട്ട് 339 റൺസ് 4 വിക്കറ്റും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെക്കോർഡ്സാണ് എഗെയിൻസ്റ്റ് SRH ആയിട്ട്. ബട്ട് ഇപ്പോൾ ഫോം ഔട്ട് ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ശശാങ്ക് സിംഗ് ലാസ്റ്റ് കളിച്ച മത്സരം 52, 44, 35, ഒരു മിഡിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ മിഡിൽ ഓർഡറിന് അടിയിലോട്ട് പോയിട്ടുള്ള ഒരു പ്ലെയറാണ്. 52, 44, 34 നല്ല റെക്കോർഡ്സാണ് ലാസ്റ്റ് കളിച്ച മത്സരങ്ങളിൽ. ഈ ഒരു പിച്ചിൽ അദ്ദേഹം ഒരു മത്സരം കളിച്ച് 2 റൺസൊക്കെ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് SRH ആയിട്ട് 48 റൺസ് 1 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മാർക്കോ ജെയിൻസൺ റീസെൻറ്റ് ഫോം 1 വിക്കറ്റാണ്. ഓക്കെ, ഈ ഒരു ഗ്രൗണ്ടിൽ 5 ഇന്നിങ്സ് കളിച്ച് 6 വിക്കറ്റും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അർഷദീപ് സിംഗ് ആണെങ്കിലും റീസെൻ്റായിട്ട് 2, 3 റെഡ് ഔട്ട് നല്ല രീതിയിൽ മിനിമം 1-2 വിക്കറ്റ് തീർച്ചയായിട്ടും അർഷദീപ് സിംഗിൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു മാച്ചിൽ എഗെയിൻസ്റ്റ് SRH ആയിട്ട് 10 ഇന്നിങ്സ് കളിച്ച് 14 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ലോക്കി ഫെർഗൂസൺ റീസെൻറ്റ് ഫോം 2 വിക്കറ്റ് വെച്ച് റെഗുലറി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിൽ കളിച്ച് വലിയ പെർഫോമൻസ് ഇല്ല. എഗെയിൻസ്റ്റ് SRH ആയിട്ട് 7 മത്സരം കളിച്ച് 5 വിക്കറ്റ് നേടിയിട്ടുണ്ട്. യാഷ് താക്കൂർ ആണെങ്കിൽ റീസെൻറ്റ് 4 വിക്കറ്റ് 1 വിക്കറ്റ് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിൽ 1 മത്സരം കളിച്ച് 1 വിക്കറ്റും എഗെയിൻസ്റ്റ് SRH ആയിട്ട് 3 ഇന്നിങ്സ് കളിച്ച് 2 വിക്കറ്റുമാണ്. ചഹാലിനെ പറ്റി പറയുന്ന സമയത്ത് റീസെൻറ്റ് ഭയങ്കര ഫോം ഔട്ടാണ്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് SRH ആയിട്ടും ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 7 ഇന്നിങ്സ് കളിച്ച് 7 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് SRH ആയിട്ട് 21 മത്സരം കളിച്ച് 28 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട്. ടോട്ടലി നമ്മുടെ SRHും അതുപോലെ തന്നെ പഞ്ചാബും കൂടെ 23 മത്സരം കളിച്ചിട്ടുണ്ട്. SRH അതിൽ 16 പ്രാവശ്യം, പഞ്ചാബ് 7 പ്രാവശ്യം വിൻ ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മുടെ പഞ്ചാബ് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. സോ നമുക്കൊരു പ്രിവ്യൂ ടീമൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇന്നത്തെ മാച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൈ ടീംസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു, നിങ്ങൾക്ക് ഡ്രീമിലോ യൂസ് ചെയ്തിട്ട് ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസ് ആകുമ്പോൾ ചെറിയൊരു ഇത് തോന്നുമായിരിക്കും. പക്ഷേ നമ്മളൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നല്ലൊരു ആപ്പില്ല. കാരണം നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു ആപ്പ് തന്നെയാണ്. ഇപ്പോൾ പാറ്റ് കുമിൻസ്, അതുപോലെ തന്നെ അർഷദീപ് സിംഗ്, മുഹമ്മദ് ഷമി, ഈ 3 പേരെയും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ എല്ലാവരും എടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എപ്പോഴാണ് ഫോം ആവുമെന്ന് നമുക്കൊന്നും പ്രെഡിക്റ്റബിൾ അല്ല. അതുകൊണ്ടായാലും നമുക്ക് പിക്ക് ചെയ്യാം. മാർക്കോ ജെയിൻസനെ നമ്മളുടെ ടീമിലോട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയിലോട്ടും കൊണ്ടുവരാം. ട്രാവിസ് ഹെഡ്, ശ്രേയസ് അയ്യർ, അതുപോലെ തന്നെ പ്രിയനാഷ് ആര്യ ഞാൻ ചൂസ് ചെയ്യുന്നില്ല. നഹീൽ വധേരയെ എടുക്കുന്നുണ്ട്. അതുപോലെ ഇഷാൻ കിഷൻ നിങ്ങളുടെ ഓപ്ഷനാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് നഹീൽ വധേരയെ മാറ്റിയിട്ട് ഇഷാൻ കിഷൻ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നഹീൽ വധേരയെ തന്നെ എടുക്കാം. ഇഷാൻ കിഷൻ കൂടുതൽ ഈ ഒരു മാച്ച് പെട്ടെന്ന് ഔട്ടാനുള്ള പോസിബിലിറ്റീസ് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഒരു സേഫ് പിക്കായിട്ട് അദ്ദേഹത്തെ നമ്മൾ എടുത്തിട്ടുണ്ട്. ക്യാപ്റ്റൻസി ഞാൻ ശ്രേയസ് അയ്യറും വൈസ് ക്യാപ്റ്റൻസി നമ്മുടെ പാറ്റ് കുമിൻസിനുമാണ് കൊടുക്കുന്നത്. നല്ല രീതിയിലൊരു വിക്കറ്റ്സ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും തോന്നുന്നു. ടീം നോക്കാം: ഇഷാൻ കിഷൻ, ക്ലേസൻ, അതുപോലെ തന്നെ സിമ്രാൻ സിംഗ്, ശ്രേയസ് അയ്യർ, ട്രാവിസ് ഹെഡ്, ഗ്ലെൻ മാക്സ്വെൽ, മാർക്കോ ജെയിൻസൺ, അഭിഷേക് ശർമ്മ, മുഹമ്മദ് ഷമി, പാറ്റ് കുമിൻസ്, ഹർഷദീപ് സിംഗ്. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമാണ്. ഫൈനൽ ടീംസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് വരിക. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് 4 മത്സരം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് വരിക. ഇതുപോലെ എല്ലാ ദിവസങ്ങളിലും മാച്ചസ് എല്ലാ ദിവസങ്ങളിലൊക്കെ നല്ല മത്സരങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടീം ഗ്രൂപ്പിലിടും. ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ മസ്റ്റ് ആയിട്ട് തന്നെ കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക.